ഹലോ, നമസ്കാരം. അപ്പം നല്ല കിടിലൻ വെജ് മീൽസും അതുപോലെ മസാല ദോശയും ഉഴുന്നുവടയൊക്കെ കിട്ടുന്നൊരു വെജ് ഹോട്ടലിലാണ് കേട്ടോ ഇന്ന് പോയത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്തത് ഗീ മസാല പൊടി ദോശയും എൻ്റെ ഫ്രണ്ട്സ് ഓർഡർ ചെയ്തത് റവ മസാല ദോശയും നോർമൽ മസാല ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആ മസാല ദോശയുടെ നടുഭാഗം ഒന്ന് പൊളിച്ച് ആ മസാലയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി. കണ്ടിട്ട് കുഴപ്പമില്ല, സംഭവം സെറ്റാണെന്ന് തോന്നുന്നു. അതിനുശേഷം ആ മുരിഞ്ഞ ദോശ എന്നൊരു പീസ് പൊട്ടിച്ചെടുത്തിട്ട് ആ മസാലയും കൂടെ ചേർത്ത് വെച്ചൊന്ന് കഴിച്ചു നോക്കി. സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ദോശ എന്നൊരു പീസ് പിച്ച് കീറിയെടുത്തിട്ട് ആ സൈഡിലിരിക്കുന്ന ചട്നി ഉണ്ടല്ലോ, അത് പക്ക വട ചട്നിയാണ് കേട്ടോ. അതായത് നമ്മൾ ഈ വടയുടെ കൂടെ കഴിക്കില്ലേ, ആ ചട്നി, അതും കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി. സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനാണേലും അവർ ഓർഡർ ചെയ്ത ദോശ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഈ റവ ദോശ, അത് അന്യ ടേസ്റ്റായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എപ്പോഴും നിങ്ങൾ പോയിട്ട് വെജിറ്റേറിയൻ ഹോട്ടലീസിൽ നിന്നൊക്കെ ഇങ്ങനെ മസാല ദോശ, പൊടിദോശ, നെയ്റോശ ഒക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഇടയ്ക്കൊരു വെറൈറ്റിക്ക് ഇങ്ങനെ റവ ദോശയൊക്കെ കഴിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് പെട്ടെന്ന് പിടികിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സാമ്പാറും കൂട്ടി ആ ദോശയും മസാലയും ആ വടയുടെ ചട്നിയും ഒക്കെ കൂടെ കൂട്ടി ഒന്ന് പിടിച്ചു നോക്കി. അടിപൊളിയായിരുന്നു. ഞാനിങ്ങനെ വട ചട്നി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള വട എന്തെങ്കിലും ചോദിച്ചപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ വന്ന് ഇരുന്ന സമയത്ത് അവിടെ ചൂടോടെ വട ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന കണ്ടായിരുന്നു. അതുകൊണ്ട് കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഒരു 3 എണ്ണം ഞാൻ ഓർഡർ ചെയ്തു. അതിൽ നിന്നൊരു പീസ് എടുത്ത വടയുടെ ചട്നിയുടെ കൂടെ കഴിച്ചപ്പോൾ പിന്നെയും പറഞ്ഞ ചട്നിയുടെ മഹാത്മ്യം ഞാനിങ്ങനെ പൊലിപ്പിക്കുന്നില്ല. നിങ്ങൾ എന്തായാലും അവിടെ പോകുമ്പോൾ ഈ വടയുടെ ചട്നിയും അതിൻ്റെ കൂടെ സൈഡിൽ ഇപ്പം മുമ്പ് ഞാൻ കാണിച്ചില്ലേ, അതൊരു തക്കാളി ഇത് തന്നെ, ഈ ഒരു ടൊമാറ്റോയുടെയും അതുപോലെ മുളകിൻ്റെ ഒരു ചട്നിയാണത്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിച്ച് മേടിച്ചോണം. അപ്പോൾ ദോശ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു സെറ്റ് പൂരി ബാജിയും കൂടെ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. സത്യം പറയാലോ, എൻ്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞത് ഇവിടുത്തെ പൂരിയും ബാജിയും അടിപൊളിയാണെന്നാണ്. പക്ഷേ അത്രയും നേരം കഴിച്ച ഫുഡിനോടുള്ള നീതി പുലർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, പൂരിയും ബാജിയും ജസ്റ്റ് ആവറേജ് മാത്രമായിരുന്നു കേട്ടോ. എന്ന് കരുതി അത് മോശമാണെന്നല്ല. നിങ്ങൾ ഇവിടുന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഉറപ്പായും കമൻറ്റ് ചെയ്തേക്കണേ. അത് കഴിഞ്ഞ് അവരുടെ ഒരു റെഗുലർ കോഫിയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ചൂട് ഊതി കുടിക്കാനും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ടോട്ടലായത് 514 രൂപയാണ്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ബീച്ചിൻ്റെ അവിടെ നിന്ന് കോർപ്പറേഷൻ ഓഫീസിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴി കയറി വന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തുള്ള ശ്രീ വെങ്കിടേഷ ലഞ്ച് ഹോമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.